ഹായ് ഡിയേഴ്സ്, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഞാൻ 2-3 ഇതുപോലത്തെ പ്ലാന്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് വന്നപ്പോഴും എല്ലാം പഴുത്തു പോയി എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഇതിങ്ങനെ അടുത്ത ഇതൊക്കെ ഷൂട്ടൊക്കെ ഇവിടെ സൈഡിലൊക്കെ ലീഫൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇവിടെ നിൽപ്പുണ്ട് ഒരു പ്ലാന്റ്, അതും കൂടെ കവറിൽ നിന്ന് എടുക്കാം. അന്ന് കവറിലാണ് ഞാൻ വച്ചത്. അപ്പോൾ ഇതിലിതാ അടുത്തൊരു ലീഫും കൂടെയൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ 3 പ്ലാന്റ് വാങ്ങിയപ്പോൾ അന്ന് പഴുത്തു പോയി എന്ന് പറഞ്ഞാണ് ഞാൻ വീഡിയോ ചെയ്തിരുന്നത്. എത്രയോ ദിവസം ലേറ്റായാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ അതിന് ഞാനിപ്പോൾ പോട്ടൊക്കെ വാങ്ങിയിട്ടുണ്ട്. 3 പോട്ട് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ 3 പോട്ടിലായിട്ട് വയ്ക്കാമെന്ന് വിചാരിച്ചു. നല്ല പ്ലാന്റ് അല്ലേ, അത് നല്ല റേറ്റും കൊടുത്ത് വാങ്ങിയ പ്ലാന്റാണ്. അപ്പം നമുക്ക് ഇതിനെ ഇതിലേക്കൊന്ന് വെച്ച് കൊടുക്കാം. അല്പം ഒന്ന് നടുക്ക് കുഴിച്ചിട്ട് ഈ വേരുകളെല്ലാം അന്ന് ഈ വേരുകളെല്ലാം അങ്ങ് വെച്ചായിരുന്നു കേട്ടോ, നല്ലവണ്ണം. അതുകൊണ്ടായിരിക്കാം നല്ലവണ്ണം പിടിച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പം അടുത്ത ലീഫാണ്, അടുത്തൊരു ചെറിയ ലീഫാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാം വേരൊരുപാടുണ്ട് കേട്ടോ, നല്ലവണ്ണം താഴ്ന്നില്ലേ. നമുക്കിതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ എന്നിട്ട് തണലത്താണ് വയ്ക്കേണ്ടതെന്ന് തോന്നുന്നു അല്ലേ ഈ പ്ലാന്റ്. ഇവിടെ താഴ്ഭാഗത്ത് കുറച്ച് വെയിൽ കുറവ് തന്നെയാണ്, അതുകൊണ്ട് തന്നെ താഴെ തന്നെയാണ് വെച്ചിരുന്നത് ഇത്രയും ദിവസവും. ഇതിൽ ഒരു ലീഫ് കരിഞ്ഞു പോയി, അതിന് കട്ട് ചെയ്ത് കൊടുക്കാം. കയ്യിൽ ഫോൺ ഇരിക്കുന്നതുകൊണ്ട് പറ്റത്തില്ല, അത് പിന്നീട് ഞാൻ കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിലെന്താ അടുത്ത ഒരു ലീഫ് വരുന്നുണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെ വെച്ച് കൊടുക്കാം. വച്ചിരുന്ന മണ്ണിൽ തന്നെയാണ് വെക്കുന്നത് കേട്ടോ, വേറെ മണ്ണ് എടുത്തിട്ടില്ല. ഇനി മണ്ണ് എടുക്കണം, അതുകൊണ്ട് ഇത്രയും മണ്ണേ ഉള്ളൂ. കവറായതുകൊണ്ട് കുറച്ച് മണ്ണ് മതിയായിരുന്നു. അപ്പോൾ ഇതും കൂടെ, ഈ വലിയ പ്ലാന്റും കൂടെ വയ്ക്കേണ്ടതായിട്ടുണ്ട്. അതും കൂടെ വെച്ച് കൊടുക്കും, കുഴപ്പമില്ല, മതി മണ്ണ്. ഉണ്ട്, വെച്ച് കൊടുത്തിട്ടുണ്ട്. 3 പ്ലാന്റും നല്ല സുന്ദരി കുട്ടികളായിട്ട് വരുന്നുണ്ട്. ഇതിലും ചെറിയ ലീഫ് വന്നിട്ടുണ്ട്. അന്ന് നല്ല വിഷമമായിരുന്നു, എല്ലാം അങ്ങ് പഴുത്ത കളറായിരുന്നു, ഈ പച്ചയേ ഇല്ലായിരുന്നു. ഇത് 3 നല്ലതായിട്ട് പിടിച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിനെ സൈഡിലെവിടെയെങ്കിലും എടുത്ത് വയ്ക്കാം, അല്ലെങ്കിൽ ഇവിടെ തന്നെ വയ്ക്കാം, പ്രശ്നമില്ല. വലിയ വെയിൽ കിട്ടത്തില്ല, കുറച്ച് വെയിലേ കിട്ടത്തുള്ളൂ കുറച്ച് സമയത്ത്. അപ്പോൾ ഇതിനെ റെഡിയാക്കിയിട്ടുണ്ട്. അന്ന് വാങ്ങിയ കുറച്ച് പ്ലാന്റ്സ് ഉണ്ടല്ലോ, അന്ന് പോട്ടിലൊക്കെ തന്നെയാണ് കേട്ടോ കൂടുതലും വെച്ചത്. ആണ്ടേ ഈ കലാത്തിയ ഇതൊരെണ്ണം, ഈ ഒരെണ്ണം, പിന്നെ ഈ ഒരു പ്ലാന്റ്, ഇതിൻ്റെ ഒന്നും പേരറിയില്ല കേട്ടോ. ഇത് അഗ്ലോണിമ ആണോ എന്തോ അറിയില്ല. ഇതുപോലെ ഡോട്ടർ വരുന്നുണ്ട്, അതിലൊക്കെ ചെറുതായിട്ട് ഡോട്ടുകൾ വരുന്നുണ്ട്. ഇത് പുതിയ ലീഫാണ്. അപ്പോൾ അത് നല്ലൊരു വലിയ പ്ലാന്റായിട്ട് നിൽപ്പുണ്ട്. പിന്നെ ഇതും അഗ്ലോണിമ ആണോ എന്തോ, എനിക്ക് എല്ലാത്തിൻ്റെ പേരുകൾ അറിയില്ല കേട്ടോ. ഇത് അഗ്ലോണിമ, ഇതും അത് തന്നെ തോന്നുന്നു, എനിക്കറിയില്ല. അങ്ങനെ ഇതെല്ലാം നല്ലവണ്ണം പിടിച്ചിട്ടുണ്ട്. അവിടെ വെയിലും കിട്ടത്തില്ല, ഒരു തടിയുടെ പുറത്താണ് നല്ലവണ്ണം ഞാൻ വച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ നമ്മുടെ ഇടയ്ക്ക് നമ്മൾ ബാൾസം കട്ടിങ്സ് വെച്ച് പിടിപ്പിച്ചല്ലോ, അതുമെല്ലാം നല്ലതായിട്ട് നിൽക്കുന്നുണ്ട്. ഇവിടെയും നല്ല ബുഷായിട്ട് തന്നെ നിൽക്കുന്നുണ്ട് ഇതെല്ലാം. പിന്നെ നമ്മുടെ ഓർക്കിഡ് കുട്ടികൾ അന്ന് കാണിച്ചതെല്ലാം അതിലൊരെണ്ണമൊക്കെ പോയി, 2 പോയി, ഒരു വൈറ്റും പോയി, ഒരു പർപ്പിൾ കളറും പോയി. പിന്നെ ഇപ്പം ഈ വൈറ്റിൽ ഒരെണ്ണത്തിൽ ബഡ് വന്ന് വിരിഞ്ഞിട്ടുണ്ട്. നല്ലവണ്ണം കെയർ ചെയ്യാത്തതുകൊണ്ടാണ് കേട്ടോ ഇതെല്ലാം ഇങ്ങനെ ആയി പോകുന്നത്. പിന്നെ അപ്പുറത്തെ സൈഡിലോട്ടും കുറച്ച് ഞാൻ സ്റ്റാൻഡ് വെച്ചില്ല കേട്ടോ, ഇന്ന് സ്റ്റാൻഡ് വെച്ചായിരുന്നെങ്കിൽ നല്ലോണം എടുക്കാമായിരുന്നു. പിന്നെ ഇവിടെ മതിലിൻ്റെ പുറത്തിരുന്നതെല്ലാം ഞാൻ കുറച്ചെല്ലാം എടുത്ത് ബോഗൺവില്ല എല്ലാം കട്ട് ചെയ്ത് ബുഷാക്കി നിർത്തിയിട്ട് ബാക്കിയെല്ലാമാണ് ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോ ഇട്ടത്, കട്ട് ചെയ്ത് വെച്ച് പിടിപ്പിക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടത്. അപ്പോൾ അതെല്ലാം കുറേ പിടിച്ചു, കുറേയൊക്കെ പോയി. പിന്നെ നമ്മൾ അന്ന് വാങ്ങിയില്ല, ഇതിൻ്റെ ഇടയ്ക്ക് കുറച്ച് കലാത്തിയൊക്കെ വാങ്ങിയ ഒരു ഇത് കാണിച്ചായിരുന്നു. അപ്പോൾ ഇതിലും പുതിയ ലീഫ് വന്നിട്ടുണ്ട്, ഇതിലും അടുത്ത ലീഫ് വന്നിട്ടുണ്ട്, ഇതിലും ഇവിടെയും ലീഫ് വന്നിട്ടുണ്ട്. അങ്ങനെ എല്ലാത്തിലും ലീഫുകളൊക്കെ വന്നിട്ടുണ്ട്, എല്ലാം പിടിക്കുന്നുണ്ട്. ഇത്രയും എണ്ണം കൂടെ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതെല്ലാം എൻ്റെ ഇവിടെ ഉള്ളത് തന്നെയാണ്. അതെല്ലാം ഇനി സെയിൽ വീഡിയോ ഇടണം എന്നുണ്ട്. പക്ഷേ ഇതെല്ലാം എല്ലാവരുടെയും കൈകളിൽ കാണും, അതുകൊണ്ടാണ് ഇടാനായിട്ടൊരു വിഷമം. ഈ പ്ലാന്റെല്ലാം ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു കേട്ടോ. ഈ പ്ലാന്റുകളെല്ലാം ബാക്ക് സൈഡിലോട്ട് ഞാനങ്ങ് കൊണ്ടങ്ങ് ഇട്ടേക്കുവാണ്, നമുക്ക് സ്ഥലം ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ കൊണ്ടിട്ടേക്കുവാണ്. അപ്പം ഇവിടെയൊക്കെ കണ്ട ബോഗൺവില്ലയൊക്കെ മതിലിൻ്റെ പുറത്താണ് വെച്ചേക്കുന്നത്. ഇവിടെ വെയിൽ കിട്ടത്തില്ല, കട്ട് ചെയ്ത് മതിലിൻ്റെ പുറത്ത് തന്നെ വെച്ചിട്ടുണ്ട്. അപ്പം
ഇത്രയൊക്കെയാണ് എൻ്റെ താഴത്തെ ഗാർഡൻ വിശേഷങ്ങൾ. എനിക്കത് മാറ്റി വയ്ക്കണമെന്നുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം പോട്ടൊക്കെ വാങ്ങിക്കൊണ്ട് വന്നതായിരുന്നു. കഴിഞ്ഞ ദിവസം പിന്നെ ചെണ്ടുമല്ലി നട്ടതിൻ്റെ വീഡിയോ കാണിച്ചതുകൊണ്ട് ഇതിനെ അങ്ങ് ഒഴിവാക്കി. അപ്പോൾ ഇന്ന് അതിട്ടേക്കുവാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ. കുറച്ചൊക്കെ അല്ലാത്ത പ്ലാന്റ്സും കൂടെ സെറ്റ് ചെയ്ത് വെക്കണമെന്നുണ്ട്. പക്ഷേ സ്പേസ് ഇല്ലാത്തത് കൊണ്ടാണ് ഇത്രയൊക്കെ അങ്ങ് ആക്കുന്നുള്ളൂ. ഇനി ഒരാളുടെ അടുത്തുകൂടെ ഞാൻ പ്ലാന്റ് ഓർഡർ ചെയ്തിട്ടുണ്ട്. കുറച്ച് പ്ലാന്റ്സ് കലാത്തിയും എന്തൊക്കെ സാധാ പ്ലാന്റുകളാണ്. അപ്പോൾ അതും കൂടെ വരുന്ന സമയത്ത് ഞാൻ നടുന്നതിൻ്റെ വീഡിയോ ഇടാം. അതിനി പോട്ടില്ല, ഇനി ഗ്രോ ബാഗ് എങ്ങാനും വാങ്ങി സെറ്റ് ചെയ്യാനേ പറ്റത്തുള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ. എല്ലാവരും ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, താങ്ക് യു.